വടകര നഗരസഭയുടെ കരട് പദ്ധതി രേഖയിൽ തന്റെ പേര് മാറിയതിനെതിരെ കെ രമ എം എൽ എ വടകര നഗരസഭയിൽ നിന്നും തുടർച്ചയായി അവഗണന നേരിടുന്നുവെന്നും മന്ത്രിമാർ പങ്കെടുത്ത പരിപാടിയിൽ നിന്ന് പോലും ഒഴിവാക്കിയിട്ടുണ്ടെന്നും കെ രമ പറയുന്നു. അച്ചടി പിശകായി കാണുന്നില്ല എന്നും പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നും കെ രമ ആരോപിച്ചു. കരട് പദ്ധതി രേഖയിൽ കെ രമയുടെ പേരിന് പകരം മുൻ MLA CK നാണുവിന്റെ പേരാണ് അച്ചടിച്ചിരുന്നത്. അവരുടെ വികസന സെമിനാറിന്റെ ഭാഗമായിട്ട് അച്ചടിച്ച വികസന രേഖയിൽ MLAയുടെ പേര് ഒഴിവാക്കിയിരിക്കുകയാണ്. പേരിന്റെ സ്ഥാനത്ത് മുൻ MLAയും മന്ത്രിയുമായ ബഹുമാനപ്പെട്ട CK നാണോട്ടനാണ് ഉള്ളത്. അത് ഒരു ക്ലറിക്കൽ എററായിട്ടും അത് ഒരു അച്ചടി പിശകായിട്ടും എനിക്കതിനെ കാണുന്നില്ല. ഇത് രാഷ്ട്രീയമാണ്. അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് അവിടെ കാണുന്നത്. എനിക്ക് പ്രത്യേകിച്ച് അതിനകത്തൊന്നും പറയാനില്ല. കാരണം ഒന്ന്, ഇത് പറയേണ്ടത് ഇവിടുത്തെ ജനങ്ങളാണ്. സത്യത്തിൽ MLA എന്ന് വെച്ചാൽ എനിക്ക് വ്യക്തിപരമായിട്ടല്ല അത് ബാധിക്കുന്നത്. ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധിയെ അവഹേളിക്കുക എന്ന് പറയുന്നതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പൊ അത് വടകരയിലെ ജനങ്ങളോടുള്ള ഒരു അവഹേളനമാണ്. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഈ വടകര നഗരസഭയിൽ നിന്ന് തുടർച്ചയായി അവഗണന നേരിടുന്നു എന്നുള്ളതാണ് MLAയുടെ പരാതി. ഈ പേര് മാറിയതുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെ വിശദീകരണം എന്താണ്? MLA വിശദീകരിക്കുന്നത് എന്താണ് രാഹുൽ? TK, ബുധനാഴ്ചയാണ് വടകര നഗരസഭ വികസന പദ്ധതി രേഖയുടെ കരട് പ്രസിദ്ധീകരിച്ചത്. ഈ രേഖയിലാണ് വലിയ തെറ്റ് കടന്നുകൂടിയിരിക്കുന്നത്. അതായത് സ്ഥലം MLA ആയ കെ രമയുടെ പേരിന് പകരം മുൻ MLA കൂടിയായ CK നാണുവിൻ്റെ പേരാണ് ഈ രേഖയിൽ വന്നിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംഭവം വലിയ ചർച്ചയായതോടെ വിവാദമായിരിക്കുകയാണ്. സംഭവത്തെ രാഷ്ട്രീയമായി നേരിടുകയാണ് കോൺഗ്രസും ചെയ്യുന്നത്. ഈ വിവാദമായ സാഹചര്യത്തിലായിരുന്നു നമ്മൾ കെ രമ MLAയുടെ പ്രതികരണം തേടിയത്. MLA പറയുന്നതനുസരിച്ച് കുറേ നാളായി നഗരസഭയുടെ ഭാഗത്തു നിന്നും അവഗണന നേരിടുകയാണ്. മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്നും പോലും തന്നെ മാറ്റി നിർത്തുന്നു. ഇതൊരു അച്ചടി പെശകായി താൻ കാണുന്നില്ല, മറിച്ച് തന്നെ അവഹേളിക്കുന്നതിന് തുല്യമായ ഒരു നടപടിയായി താൻ ഇതിനെ കാണുന്നു എന്നാണ് MLA വ്യക്തമാക്കുന്നത്. ഈ നഗരസഭ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു പ്രതികരണമാണ്, അച്ചടി പെശകാണ്, അത് ഉടൻ തന്നെ പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് കരട് രേഖയാണെന്നും ശരിക്കുമുള്ള രേഖ പുറത്തു വരുമ്പോൾ MLAയുടെ പേര് കൃത്യമായി രേഖപ്പെടുത്തുമെന്നും നഗരസഭ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത് 3 തവണ വൈസ് ചെയർമാൻമാർ ഇവിടെ മാറിയിരുന്നു. അവരുടെ പേര് പോലും കൃത്യമായി വന്ന അതേ രേഖയിലാണ് MLAയുടെ പേര് തെറ്റായി വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി MLA ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നത്. TK. ശരി, രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വടകര നഗരസഭയുടെ കരട് പദ്ധതി രേഖയിൽ തൻ്റെ പേര് മാറിയതിനെതിരെ കെ രമ MLA വിമർശനം ഉന്നയിക്കുന്നു. തുടർച്ചയായി നഗരസഭയിൽ നിന്ന് അവഗണന നേരിടുന്നു എന്നുള്ളതാണ് MLAയുടെ പരാതി. അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്നാണ് MLAയുടെ വിമർശനം.